പശ്ചാത്താപത്തിന്റെ ലാഞ്ചന പോലും ഒരു ഘട്ടത്തിലും പ്രതി ഗ്രീഷ്മ പ്രകടിപ്പിച്ചിരുന്നില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം കോടതിയിൽ വന്ന വേളയിൽ കോടതിയിൽ കുറ്റക്കാരിയാണ് എന്നതടക്കം കണ്ടെത്തി ഉള്ള വിധി പ്രസ്താവം ഉണ്ടായ ഘട്ടത്തിലും ഒരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം തുടർന്ന് ജയിലിലേക്ക് എത്തിച്ചു. അതിനിടെ വാഹനത്തിൽ കയറ്റുന്നതിനിടെ ചെറിയൊരു അസ്വസ്ഥത പ്രകടിപ്പിച്ചതൊഴിച്ചാൽ മറ്റേതെങ്കിലും നിലയ്ക്കുള്ള പശ്ചാത്താപമോ കുറ്റബോധമോ ഒന്നും ഒരു ഘട്ടത്തിലും പ്രകടിപ്പിച്ചിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇന്ന് ഈ ഏറ്റവും അന്തിമ വാദം കേൾക്കുന്ന ഘട്ടത്തിൽ പ്രതിക്ക് പറയാനുള്ളത് കോടതി കേൾക്കും. ആ ഘട്ടത്തിൽ എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുമോ എന്നത് മാത്രമാണ് അറിയാനുള്ളത്. ഇന്ന് അട്ടക്കുളം കഴിഞ്ഞ ദിവസം തന്നെ ഈ കുറ്റക്കാരിയാണ് എന്ന വിധി വന്നതിന് തൊട്ടു പിന്നാലെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും തുടർന്ന് വൈദ്യപരിശോധന പൂർത്തീകരിച്ച് തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് ഗ്രീഷ്മയെ എത്തിക്കുകയുമായിരുന്നു. 3 പ്രതികളിൽ ഗ്രീഷ്മ അമ്മാവൻ എന്നിങ്ങനെ 3 പ്രതികളായിരുന്നു. പക്ഷെ അതിൽ രണ്ടാം പ്രതിയായ അമ്മയെ സംശയത്തിന് ആനുകൂല്യം നൽകി കോടതി വിട്ടയക്കുകയാണ് ചെയ്തത്. 1ഉം 3ഉം പ്രതികൾക്കാണ് നിലവിൽ 1ഉം 3ഉം പ്രതികളെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ അട്ടക്കുളങ്ങര വനിതാ ജയിലിലായിരുന്ന ഗ്രീഷ്മയെ ഫോർട്ട് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും വൈദ്യ പരിശോധന പൂർത്തീകരിക്കുകയും ചെയ്തതിനു ശേഷം നെയ്യാറ്റിൻകര കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്പസമയത്തിനകം തന്നെ കോടതിയിൽ എത്തിക്കും.